76ാമത് കരസേനാ ദിനത്തോടനുബന്ധിച്ചുള്ള പ്രൗഢഗംഭീരമായ സൈനിക പരേഡ് പുരോഗമിക്കുന്നു. ഉത്തർപ്രദേശിലെ ലക്നൌവാണ് പ്രധാന വേദി. കരസേനാ മേധാവി ജനറൽ മനോജ് പാണ്ഡെ അഭിവാദ്യം സ്വീകരിക്കും. ആർ അച്യുതൻ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന്. അച്യുതൻ, ഈ കരസേനാ ദിനത്തിന്റെ ആഘോഷവുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ऑटोमेशन, डिजिटाइजेशन और नेटवर्किंग से हमें ऑपरेशनल सिचुएशनल अवेयरनेस, डिसीजन सपोर्ट सिस्टम, मैनेजमेंट इंफॉर्मेशन सिस्टम तथा ह्यूमन रिसोर्स मैनेजमेंट जैसे क्षेत्र में अत्यंत लाभ मिला है। ह्यूमन रिसोर्स मैनेजमेंट के क्षेत्र में अग्निपथ योजना एक महत्वपूर्ण कदम है। गत वर्ष में 100 महिला अधिकारियों सहित पहले 2 बैच अग्निवीर ट्रेनिंग पूरी करके अपनी यूनिट में कार्यरत हो चुके हैं। तीसरे बैच की ट्रेनिंग रेजिमेंटल सेंटर्स में चल रही है। शुरुआती बैचेस का फीडबैक सकारात्मक, अच्छा और उत्साहवर्धक पाया गया है। अग्निवीरों को यूनिट में समावेश और एकीकरण ആർ അച്യുതൻ ഡൽഹിയിൽ നിന്ന് ചേരുന്നു പുതിയ വിവരങ്ങളുമായി. അച്യുതൻ, ഈ കരസേനാ ദിനത്തിന്റെ ആഘോഷങ്ങൾ എങ്ങനെ പുരോഗമിക്കുന്നു? എന്തൊക്കെയാണ് നൽകാൻ കഴിയുന്ന വിവരങ്ങൾ? വേണു, 76ാമത് കരസേനാ ദിനവുമായി ബന്ധപ്പെട്ടുള്ള ആഘോഷങ്ങളാണ് ഈ ലക്നൌവിലെ 11 ഗൂർഖ റൈഫിൾസ് റെജിമെന്റൽ സെന്ററിലെ പരേഡ് ഗ്രൗണ്ടിൽ ഇപ്പോൾ പുരോഗമിക്കുന്നത്. ഏതാണ്ട് സേനയുടെ വിവിധ റെജിമെന്റുകളിൽ നിന്നുള്ള 6 മാർച്ചിംഗ് കോൺകന്റന്റ് ആണ് ഇതിൽ പങ്കെടുത്തിട്ടുള്ളത്. ഈ ട്രൂപ്പുകളെ അല്പം മുൻപ് കരസേനാ മേധാവി മനോജ് പാണ്ഡെ നിരീക്ഷിച്ച ശേഷം അദ്ദേഹം ഈ സൈനികർക്കുള്ള ബഹുമതികൾ, സേനാ മെഡലുകൾ കൈമാറി. വിവിധ ഭീകര പോരാട്ടങ്ങളിൽ വീരമൃത്യു വരിച്ച സൈനികർക്കുള്ളതും വിശിഷ്ട സേവനത്തിനുള്ള മെഡലുകളുമാണ് അദ്ദേഹം വിതരണം ചെയ്തത്. നിലവിൽ കരസേനാ മേധാവി ഇപ്പോൾ സൈന്യത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയാണ്. ഈ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ വിഘടനവാദി ഗ്രൂപ്പുകളുമായി സമാധാന കരാറിലേക്ക് എത്താനായി മണിപ്പൂരിൽ സർക്കാരിനൊപ്പം സമാധാനം ഉറപ്പിക്കാൻ ശ്രമിക്കുന്നു. രാജ്യത്തിന്റെ അതിർത്തി കാക്കുന്നതിൽ ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല. അവിടെയെല്ലാം കർശനമായ നടപടി സ്വീകരിക്കും. നേരത്തെ ഈ കരസേനാ ദിനവുമായി ബന്ധപ്പെട്ട് നടത്തിയ വാർത്താ സമ്മേളനത്തിലും അദ്ദേഹം ഇതേ കാര്യങ്ങളാണ് വ്യക്തമാക്കിയത്. അന്ന് ഈ പൂഞ്ചിലെയും രജൌരിയിലെയും ഭീകര പ്രവർത്തനങ്ങളിൽ ആശങ്ക ഉണ്ടാക്കുന്നു എന്നുള്ള കാര്യം കൂടി അദ്ദേഹം പങ്കുവെക്കുകയുണ്ടായി. എന്തായാലും ആഘോഷ പരിപാടികളാണ് പുരോഗമിക്കുന്നത്. ഇതിനുശേഷം ഉച്ചയ്ക്ക് ശേഷമായിരിക്കും സൈന്യത്തിന്റെ വിവിധ പ്രകടനങ്ങൾ ഉണ്ടാവുക. അതിൽ പലതരത്തിലുള്ള അഭ്യാസ പ്രകടനങ്ങൾ കാഴ്ചവെക്കും. ഒപ്പം തന്നെ ഇന്ന് വൈകിട്ട് ശൗര്യസന്ധ്യ എന്ന് പറഞ്ഞൊരു പരിപാടി കൂടി സംഘടിപ്പിക്കുന്നുണ്ട്. അതിൽ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് പങ്കെടുക്കും. മോട്ടോർ സൈക്കിൾ പ്രദർശനം, പാരാട്രൂപ്പുകാരുടെ സ്കൈ ഡൈവിംഗ് ഡിസ്പ്ലേ, ഡെയർ ഡെവിൾ ജമ്പുകൾ, ഹെലികോപ്റ്ററുകളുടെ ഫ്ലൈ പാസ്റ്റ് അങ്ങനെ തുടങ്ങിയ ഒട്ടേറെ ആഘോഷ പരിപാടികളാണ് കരസേനാ ദിനമായി ഇന്ന് ലക്നൌവിൽ നടക്കാനിരിക്കുന്നത്. ലക്നൌവിൽ ഈ പരിപാടി പുരോഗമിക്കുമ്പോൾ രാജ്യത്തിന്റെ വിവിധ ഇടങ്ങളിലുള്ള കരസേനാ ആസ്ഥാനങ്ങളിലും ഇപ്പോൾ ഈ ദിനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആഘോഷങ്ങൾ പുരോഗമിക്കുകയാണ്. വേണം ആർ അച്യുതനാണ് വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ലക്നൌവിൽ കരസേനാ ദിനവുമായി ബന്ധപ്പെട്ട പ്രൗഢഗംഭീരമായ ചടങ്ങുകൾ നടക്കുന്നു. കരസേനാ മേധാവി സംസാരിച്ചു. അതിർത്തിയിൽ വിട്ടുവീഴ്ചയ്ക്കില്ല, കർശന നടപടി സ്വീകരിക്കും. വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലെ വിഘടനവാദി ഗ്രൂപ്പുകളുമായി സമാധാന കരാറിലെത്താൻ കഴിഞ്ഞത് നേട്ടമാണ് എന്ന് കരസേനാ മേധാവി മനോജ് പാണ്ഡെ പറഞ്ഞു. മണിപ്പൂരിൽ സൈന്യം സമാധാന ശ്രമം തുടരുന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കി. വൈകിട്ട് പ്രതിരോധ മന്ത്രി ശൗര്യസന്ധ്യയിൽ പങ്കെടുക്കും. ആർ അച്യുതനാണ് വിശദാംശങ്ങളുമായി ചേർന്നത്.